ഐശ്വര്യ, നീ ഈ സമ്മാനം സ്വീകരിച്ചു. അത് വില കൂടിയതോ കുറഞ്ഞതോ ആവട്ടെ, അത് വാങ്ങിയിട്ട് പുച്ഛിക്കുമ്പോ തറയാവുന്നത് നീ തന്നെയാ. ഒരാളൊരു സമ്മാനം വാങ്ങി തരുമ്പോ അത് തരുന്നവരുടെ സന്മനസ്സിലോടാ നന്ദി പറയേണ്ടത്. അമൃതടുത്തി, അമ്മയച്ഛനും എവിടെയാ? അവർക്ക് സമ്മാനം കൊടുക്കാനാ. അവർ രണ്ടുപേരും കൂടി പുറത്തു പോയിരിക്കുക. ദൂരയാത്രയൊന്നുമല്ല, ഉടൻ തന്നെ വരും. ആ, ഇത് അമ്മയ്ക്കുള്ളത്, ഇത് അച്ഛനുള്ളതാ, ഇത് അപ്പച്ചിക്ക. ഞാൻ വീണ്ടും വീണ്ടും പറയുമ്പോ വസുവിന് വിഷമം തോന്നുന്നത് സ്വാഭാവികം. പക്ഷെ പറയാതിരിക്കാനാവില്ല. ആ ശ്യാമയെ കുറിച്ചെങ്ങാനും ആയിരിക്കും. ആ ശ്യാമയല്ല വസു, നമ്മുടെ ശ്യാമ. ഇത്ര നല്ലൊരു പെൺകുട്ടിയെ എന്തുകൊണ്ട് നിനക്ക് മരുമകളെ സങ്കല്പിച്ചുകൂടാ? ആ, മരുമകളെന്നത് അവിടെ നിൽക്കട്ടെ. നമുക്ക് പെൺമക്കളില്ലല്ലോ. അവളെ മകളെ സങ്കല്പിച്ചാൽ എന്താ തെറ്റ്? എനിക്ക് അവളെ അങ്ങനെയൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല ആനന്ദേട്ടാ. എന്തുകൊണ്ടാണ് വസു ഇത്രയും നാളായിട്ട് ശ്യാമയെ ശത്രുപക്ഷത്ത് തന്നെ നിർത്തിയിരിക്കുന്നത്? ഇരുട്ടിനെ പേടിയുള്ള നമ്മുടെ മകനോടുള്ള അതിരുകവിഞ്ഞ സ്നേഹമാണ് നിന്റെ മനസ്സിൽ. അതുകൊണ്ടാ നീ ശ്യാമയെ ശത്രുവായി കണക്കാക്കുന്നത്. പക്ഷെ ഇത്ര നാളും നമ്മളോട് അടുത്തിടപഴകിയിട്ടും നീ എന്തുകൊണ്ട് അവളെ മനസ്സിലാക്കുന്നില്ല? ഭഗവാൻ കൃഷ്ണന്റെ നിറം, മുല്ലപ്പ് പോലെ വെളുത്ത മനസ്സ്, എത്ര നല്ല സ്വഭാവം. എന്നിട്ട് ശ്യാമയെ അംഗീകരിക്കാൻ എന്തിനാ വസു മടിക്കുന്നത്? അരുവമലക്കാട്ടിൽ ഒറ്റയ്ക്ക് പോയി ആ ദേവമന്ദാരപ്പൂവ് എടുത്തോണ്ട് വന്നവളാ ശ്യാമ. ആരെങ്കിലും ധൈര്യമായിട്ട് പോവൂ ആ കാട്ടില്? ഈശ്വരൻ നേരിട്ട് അനുഗ്രഹിച്ചവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അത്രയ്ക്ക് അസാധ്യമായ കാര്യമാണ് അവൾ ചെയ്തത്. മാത്രമല്ല, നമ്മുടെ മകനെ ഏതെങ്കിലും ഇരുട്ടിൽ ഒറ്റപ്പെട്ടു പോയാൽ അവന് വെളിച്ചമായി മാറേണ്ടവളാണ് അവന്റെ ഭാര്യ. ശ്യാമ അക്ഷരാർത്ഥത്തിൽ ഒരു വിളക്കാണ്, അഖിലിന് വേണ്ടി തെളിയുന്ന വിളക്ക്. അതുകൊണ്ട് ഒരു വസു, ഇനി ശ്യാമയെ അകലേക്ക് മാറ്റി നിർത്തരുത്. അവളെ പരിഗണിച്ച് കൂടെ നിർത്തണം, അവളെ സ്നേഹിക്കണം. ഫോൺ റിംഗ് ചെയ്യുന്നല്ലോ, ആരാ? അമൃതയാ. ആ, എടുക്ക്. ആ, അമൃത. അമ്മേ, അമ്മേച്ചനും ഇപ്പൊ എവിടെയാ? ഞങ്ങളിപ്പോ കാറില്ല മോളെ. ഉച്ചയ്ക്ക് മുൻപ് വരുമോ? ഊണിനുണ്ടാവോ? നോക്കട്ടെ മോളെ. എന്താ ഇന്നത്തെ ഊണിന് പ്രത്യേകിച്ച്? അതല്ലമ്മേ, ശ്യാമ എല്ലാവർക്കും സമ്മാനം വാങ്ങിയിട്ടുണ്ട്. ഉവ്വോ, ഞങ്ങൾക്കൊക്കെ തന്നു. അമ്മയ്ക്കെന്തോ പ്രത്യേക സമ്മാനം വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്കും അവള് സമ്മാനം വാങ്ങിയെന്നോ? ശരി, നീ ഫോൺ വെച്ചു, ഞങ്ങൾ വന്നേക്കാം. ആ ശരി അമ്മേ. എന്താ വസു, നിന്റെ മുഖത്തൊരു ചിരി? ആ ശ്യാമ എല്ലാവർക്കും സമ്മാനം കൊടുത്തു. എനിക്ക് പ്രത്യേകിച്ച് എന്തോ സമ്മാനം വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് അമൃത പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ലേ, സമ്മാനം തരുന്നതുകൊണ്ടൊന്നുമല്ല. ശ്യാമ നല്ലവളാ. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് വന്ന പുണ്യമാണ് ശ്യാമ. ഒരു നോട്ടം കൊണ്ട് പോലും അവളെ വേദനിപ്പിക്കരുത്. വന്ന് വന്ന് അവളെ കൊണ്ട് ഒരു ദിവസം സമാധാനം ഇല്ലാതായല്ലോ. എന്തായാലും അമ്മയ്ക്ക് സമ്മാനമൊക്കെ കൊടുത്ത ആളാകാൻ അവളെ ഞാൻ സമ്മതിക്കില്ല. പുത്തൻ സാരി എടുത്ത് മാറ്റിയിട്ട് ഏതെങ്കിലും പഴയ സാരി കൊണ്ട് വെക്കാം. ആ പഴയ കറുത്ത സാരി കൊണ്ട് വെക്കാം. കറുത്ത സാരി കൂടിയാകുമ്പോ അമ്മയുടെ കലി കൂടും. എന്റെ കണ്ണ, ഞാൻ കൊടുക്കുന്ന ഈ സമ്മാനം അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ? എങ്ങനെയായിരിക്കും ഇത് കൊടുക്കുമ്പോ അമ്മ എന്നോട് പെരുമാറുക? സമ്മാനം കൊടുക്കുമ്പോ അമ്മ ദേഷ്യപ്പെട്ട് ഈ സാരി എന്റെ മുഖത്തേക്ക് വലിച്ചെറിയോ?
എനിക്ക് പേടിയാവുന്നുണ്ട് കണ്ണ. പേടിക്കണ്ട പ്രിയഭക്തേ. കാളിന്തി തടത്തിലെ രാധയല്ലെങ്കിലും നീ ആനന്ദനിലയത്തിലെ ശ്യാമയല്ലേ? നിന്നെ എനിക്കിഷ്ടാ ശ്യാമേ. നിനക്കൊരാപത്തും വരില്ല. അത് കൊള്ളാലോ. അമൃത അടുത്തേക്ക് നൃത്തമൊക്കെ അറിയോ? കലാതിലകം ആയിരുന്നില്ലെങ്കിലും ഞാൻ സ്കൂൾ കലോത്സവങ്ങളിലും യൂണിവേഴ്സിറ്റി യുവജന കലോത്സവങ്ങളിലും ഒക്കെ ഒത്തിരി സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കുട്ടി. പിന്നെന്താ നൃത്താഭ്യാസം തുടരാതിരുന്നേ? തുടരുകയാണല്ലോ. നൃത്താഭ്യാസം നിത്യജീവിതത്തിൽ ഇവിടെ എന്തെല്ലാം തരം നൃത്തം ആടണം. ആനന്ദ നൃത്തം, അടുക്കളയിൽ പാചക നൃത്തം, ഐശ്വര്യ ഇവിടെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സംഹാര നൃത്തം. അല്ല, നീ എന്താ അമ്മയ്ക്ക് കൊടുക്കാൻ പോകുന്ന സമ്മാനം? അത് ശരി, ഇത് ചോദിച്ചാണോ ഒത്തിരി തിരക്കുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ നീ ബുദ്ധിമുട്ടിച്ചത്? കാരണം ഇതമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ആണോ? നീ നോക്കിക്കോ. അമൃതടുത്തെ അമ്മ വാങ്ങോ? വാങ്ങും, ഉറപ്പായിട്ട് വാങ്ങും. അല്ല, മുഖത്തേക്ക് വലിച്ചെറിയുന്ന എന്റെ പേടി. ഏയ്, അങ്ങനൊന്നും ചെയ്യില്ല. ചിലപ്പോ അമ്മ പുറമേ സന്തോഷമൊന്നും കാണിച്ചില്ലെങ്കിലും ഉള്ളുകൊണ്ട് എന്തായാലും നിന്നെ അനുഗ്രഹിക്കും, അത് തീർച്ച. എന്റെ പെണ്ണെ, തെളിഞ്ഞു കത്തുന്ന നിലവിളക്ക് പോലെ ഐശ്വര്യം നിറഞ്ഞവളല്ലേ നീ. നിന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല. ഇത് കൊള്ളാം. ഉള്ളതിൽ ഏറ്റവും പഴഞ്ചൻ ഇതാണ്. അമ്മയെ കയ്യിലെടുക്കാൻ പുത്തൻ സാരിയൊക്കെ അവൾ മേടിച്ചിരിക്കുന്നു. കൊടുക്കുന്ന അവൾ അറിയുന്നില്ലല്ലോ ഈ പഴം തുണിയാണ് അമ്മയ്ക്ക് കൊടുക്കാൻ പോകുന്നതെന്ന്. അവളുടെ ഒരു സമ്മാനം ശരിയാക്കി തരാം.
ശ്യാമേ, ഏട്ടത്തി സമ്മാനം കൊടുക്കുമ്പോ അമ്മ ദേഷ്യപ്പെടുവോ? ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നാ എൻ്റെ ഒരു തോന്നല്. എന്തായാലും ശ്യാമ പേടിക്കണ്ട. ഉം? വാ. വാസ്തവം പറഞ്ഞ വസുന്ധര എന്തു ഭാഗ്യം ചെയ്തോളാം. കേറി വരുമ്പോഴേ കാത്തു നിൽക്കുകയല്ലേ 3 മരുമക്കൾ. അല്ല, ഏറ്റവും ഇളയ മരുമകൾ വക അമ്മായിയമ്മയ്ക്ക് എന്തോ സമ്മാനം ഉണ്ടെന്ന് കേട്ടു. കേട്ടത് ശരിയാച്ചാ. അമ്മയ്ക്ക് ഞാൻ സമ്മാനം വാങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ അച്ഛനും വാങ്ങിയിട്ടുണ്ട്. ആഹാ, ദാ, താങ്ക് യു. അമ്മയ്ക്കുള്ള സമ്മാനം ഞാൻ എടുത്തോണ്ട് വരട്ടെ. ഉം. ഇന്നിവൾ അമ്മയുടെ കയ്യിൽ നിന്ന് ശരിക്കും മേടിച്ചു കെട്ടും. അത് കാണുമ്പോ മനസ്സിന് എന്തൊരു സുഖം. ഓക്കെ, കൊള്ളാല്ലേ? ആ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം വാങ്ങിയതാ. ഇതെന്നെ കിട്ടാൻ വേണ്ടി ഒത്തിരി കടകൾ കയറേണ്ടി വന്നു. ഉം. ആ, കൊച്ചു മരുമകൾ അമ്മയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് വാങ്ങിച്ചോണ്ട് വരുന്ന സമ്മാനമല്ലേ? എന്താണെന്ന് ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ. ആ അതെ, എന്താണെന്ന് ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ അമ്മേ. അയ്യോ, ഇതല്ല സാരി. കണ്ടോ, ഇവൾ എന്നോട് പക വീട്ടിയതാ. മറ്റുള്ളവർക്കൊക്കെ നല്ല സമ്മാനം, എനിക്ക് തെരുവിലെ പിച്ചക്കാരൊടുക്കുന്ന സാരി. കണ്ടില്ലേ ഇവൾക്ക് എന്നോടുള്ള വൈരാഗ്യം? അയ്യോമ്മേ, ഇതാരോ ചതിച്ചതാ. ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയത് ഒരു പുത്തൻ സ്പെഷ്യൽ സാരിയായിരുന്നു. അല്ല, ഇതെന്നെ മനഃപൂർവ്വം അവഹേളിച്ചതാ. എനിക്ക് ഉറപ്പുണ്ട്, ഞാനിത് സഹിക്കില്ല. അമ്മേ, ശ്യാമ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അതെ വസു, ശ്യാമ ഒരിക്കലും നിന്നെ അപമാനിക്കാൻ തുനിയില്ല. പിന്നെ ഇത്രയും കീറി പറഞ്ഞൊരു കറുത്ത തുണി സമ്മാനാണെന്നും പറഞ്ഞു കൊടുക്കുന്നത് ഇൻസൾട്ടിംഗ് അല്ലേ? ശ്യാമ അമ്മ ഇങ്ങനെ കളിയാക്കിയത് എന്തായാലും ശരിയായില്ല. ഇതാരോ എന്നെ ചതിച്ചതാ. ഇത് അമ്മ ശ്യാമയെ വഴക്ക് പറയാൻ വേണ്ടി ആരോ ഒരുക്കിയ ചതി തന്നെയാ, സംശയമില്ല. ഇല്ല, ഈ വീട്ടില് അങ്ങനെ ചതിക്കുന്നവരാരുമില്ല. ഇതിവൾ എന്നെ മനഃപൂർവ്വം ആക്ഷേപിക്കാനും അപമാനിക്കാനും വേണ്ടി ചെയ്തതാ. ഞാനിത് വാങ്ങരുതായിരുന്നു. ആർക്കും വിഷമം വേണ്ടല്ലോ എന്ന് കരുതി വാങ്ങിപ്പോയതാ. ഇത് ഞാൻ ക്ഷമിക്കില്ല. എന്നെ അവഹേളിച്ചുകൊണ്ട് ഇവിടെ ആരും അങ്ങനെ ജീവിക്കണ്ട. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കണം.
ഈ സാരി നിങ്ങളുടെയാണോ? അവിടെ പറമ്പിന്ന് കിട്ടിയതാ. അമ്മേ, എല്ലാരും ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ? ദേ, ഈ സാരിയെ ഈ ചേട്ടൻ അപ്പുറത്തെ പറമ്പിന്ന് കിട്ടിയതാന്ന്. നോക്കട്ടെ. ആരെങ്കിലും വലിച്ചെറിഞ്ഞായിരിക്കും. അതേട്ടാ, മഹാകുസൃതിക്കാരിയായ ഒരു പെൺകുട്ടി ഈ വീട്ടിലുണ്ട്. ആ കുട്ടി എറിഞ്ഞതാ. എടുത്തു തന്നതിന് വളരെ നന്ദി. ആയിക്കോട്ടെ സാറേ. ഇതാ ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ച സമ്മാനം. അഖി, ഇവിടെ ഇപ്പൊ കുട്ടികൾ ആരും ഇല്ലല്ലോ. പിന്നെ നീ കുട്ടിയെടുത്ത് എറിഞ്ഞു എന്ന് അയാളോട് പറഞ്ഞ എന്തിനാണ്? പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ തമ്മിലുള്ള ഈഗോയുടെ പേരില സാരി പറന്നാ പറമ്പിച്ചെന്ന് വീണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ കാര്യം അറിയാത്തോണ്ട് ചോദിക്ക, ഈ സാരി കാക്കേ മറ്റുവാണോ സ്വയം പറഞ്ഞ അപ്പുറത്തെ പറമ്പിച്ചെന്ന് വീഴാൻ? ഇത് ശ്യാമ എന്റെ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത മാജിക് സാരിയാ. ഈ സാരിക്ക് പറക്കാനുള്ള ശക്തിയുണ്ട് അല്ലേ ഐശ്വര്യടുത്തി? അഖി, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാര്യം അറിയാതെ ഈ സാരി പോയതിന്റെ ഉത്തരവാദിത്തം എന്റെ തലയിൽ കെട്ടിവെച്ചാലുണ്ടല്ലോ. അയ്യോ, ഐശ്വര്യടുത്തേക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞോ? ഇവിടെ ആര് എത്ര ചീപ്പായിട്ടുള്ള പ്രവൃത്തി ചെയ്താലും ഐശ്വര്യടുത്ത് അത് ചെയ്യില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഐശ്വര്യടുത്ത് സ്വയം കുറ്റ ഏറ്റെടുക്കാൻ തയ്യാറായാലും ഞങ്ങൾ വിശ്വസിക്കില്ല. അല്ല അമൃതടുത്തി? ഏതായാലും എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഞാൻ ആദ്യമായിട്ട് എന്റെ അമ്മയ്ക്ക് വാങ്ങിയ സമ്മാന ഇതമ്മേ. അങ്ങനെ ഐശ്വര്യയുടെ ആ പ്ലാനും പൊളിഞ്ഞു. വാ. എങ്ങനെയുണ്ട് വസു, മരുമകൾ തന്ന സമ്മാനം? എന്താ, ഇത് ഇഷ്ടപ്പെട്ടോ? എന്തെല്ലാം അവളെ പറഞ്ഞു, വാക്കുകൾ കൊണ്ട് എത്ര വേദനിപ്പിച്ചു. എന്നിട്ട് അതിന്റെ എന്തെങ്കിലും ഒരു പരിഭവം അവക്കുണ്ടോ? ശ്യാമയാണ് സാക്ഷാൽ സ്നേഹവതിയായ ഇളയ മരുമകൾ. സാരി കൊള്ളാല്ലേ? അവളെ ഒരിക്കലും എന്റെ മരുമകളായി ഞാൻ അംഗീകരിക്കില്ല. അതുകൊണ്ട് ഞാനിത് ഒടുക്കാനും പോകുന്നില്ല. വസു, ഒന്നുകൊണ്ട് അവൾ പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്താൽ പോലും എവൾ അംഗീകരിക്കില്ല. എന്ത് ചെയ്യാൻ പറ്റും?